നമസ്കാരം. ഇന്ന് രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്ന് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അടുത്ത മാസം 6, 11 തീയതികളിലായിട്ടാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അല്ലെങ്കിൽ ബീഹാറിലെ രാഷ്ട്രീയം എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വിചിത്രമായ ഒരവസ്ഥ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരുപാട് രാഷ്ട്രീയ പ്രത്യേകതകൾ ഈ സംസ്ഥാനത്തിനുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം, അതുപോലെ ജാതി സെൻസസ് തുടങ്ങിയ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് താല്പര്യങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടിയായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും ബീഹാർ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ മത്സരം തന്നെയാണ് ഇക്കുറിയും നടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിലും ചുണ്ടിനും ഇടയ്ക്കാണ് ഇന്ത്യ മുന്നണിക്ക്, അതല്ലെങ്കിൽ RJDക്കും കോൺഗ്രസിനുമൊക്കെ അധികാരം നഷ്ടപ്പെട്ടു പോയത്. ഏതായാലും ഇക്കുറി അത് തിരിച്ചു പിടിക്കാനുള്ള പൊരിഞ്ഞ ശ്രമത്തിലാണ് ഇന്ത്യ സഖ്യം. അതേസമയം അധികാരം നിലനിർത്താൻ തന്നെയാണ് NDA സഖ്യം രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 25 വർഷത്തോളമായി വിവിധ കാലയളവുകളിൽ, വിവിധ ഘട്ടങ്ങളിൽ ബീഹാറിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി തന്നെയാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തിന് ഇപ്പോൾ 74 വയസ്സുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും നിതീഷ് കുമാർ തന്നെയാണ് അവിടെ പ്രധാനമായും ഇപ്പോഴും പട നയിക്കുന്നത്. ഇടയ്ക്ക് ചില സംശയങ്ങൾ ഉയർന്നിരുന്നു, നിതീഷ് കുമാർ ആയിരിക്കില്ല അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ. അർത്ഥശങ്കയ്ക്ക് ഇട വരാതെ തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ഞങ്ങളുടെ നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ തന്നെ ആയിരിക്കുമെന്ന്. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്രയും ദീർഘനാൾ മുഖ്യമന്ത്രി ആയിരുന്നതിൻ്റെ ഗുണവും ദോഷവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ചൊക്കെ തന്നെ ബീഹാറിൽ തിരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി ബീഹാറിലെ വിവിധ തിരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ തന്നെ സംസാരിക്കുന്നത്. അദ്ദേഹം പുതിയൊരു ബീഹാറിനായി ഒരുപാട് പദ്ധതികൾ നേരത്തെയും പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ കേന്ദ്ര സർക്കാർ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമൊക്കെ ആയിരുന്ന കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന പുരസ്കാരം, അതിൻ്റെ മരണാനന്തര ബഹുമതിയെ പ്രഖ്യാപിച്ചതൊക്കെ തന്നെ തങ്ങൾക്ക് നേട്ടമായി മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് NDA മുന്നണി പ്രതീക്ഷിക്കുന്നത്. അവിടെയും നേരത്തെ ചില അഭിപ്രായ ഭിന്നതകൾ രൂപം കൊണ്ടിരുന്നു എങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു. രാംവിലാസ് പസ്വാൻ്റെ മകനായ ചിരാഗ് പസ്വാൻ്റെ പാർട്ടി ചില്ലറ പ്രശ്നങ്ങൾ ആദ്യം സീറ്റ് സംബന്ധിച്ച് ഉന്നയിച്ചിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള BJPയുടെ കേന്ദ്ര നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ബീഹാർ തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം അധികാരത്തിൽ തിരിച്ചെത്തുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവരുടെ ഒരു വിലയിരുത്തൽ കൂടിയായി മാറാനുള്ള സാധ്യതയും ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ള കാര്യം കൂടി BJPയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നെയാണ് BJP തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇക്കുറിയും തങ്ങൾക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം നിതീഷ് കുമാറിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ JDUവിനെയും സംബന്ധിച്ചിടത്തോളം ഗ്രാമീണ മേഖലകളിൽ ഇന്നും അസാമാന്യമായ സ്വാധീനമാണ് അദ്ദേഹത്തിനുള്ളത്. ഇത് RJDക്കും ഉണ്ട്, അത് മറ്റൊരു കാര്യമെങ്കിൽ പോലും. ഒരു കാലത്ത് നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും എല്ലാം ഒരുമിച്ച് നിന്നിട്ടുള്ളവരാണ്. രണ്ട് കൂട്ടർക്കും ഗ്രാമീണ മേഖലകളിൽ വലിയ തോതിലുള്ള സ്വാധീനമുണ്ട്. പക്ഷേ നിതീഷ് കുമാർ ഇത്രയും കാലം അധികാരത്തിലിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയും. അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും അവർ ഗ്രാമമേഖലകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ സ്റ്റാർ ക്യാമ്പയിനറാക്കി ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ഇറക്കിയിട്ടുള്ളതും, അതുപോലെ സീറ്റ് സംബന്ധിച്ച് നേരത്തെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞതും ഒക്കെ തന്നെ NDAക്ക് ഏറെ ആശ്വാസകരമായി മാറുന്നു. അവർ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവിടെ ആകെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും. മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളാണ് RJDയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. ഏതാണ്ട് 6ഓളം സീറ്റുകളിൽ ഇവർ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. ലാലു പ്രസാദിൻ്റെ മകനായ തേജസ്വി യാദവാണ് ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇക്കാര്യവും അവർ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലാലു പ്രസാദ് ഇപ്പോൾ അവശനാണ്. അതേസമയം ലാലു പ്രസാദിൻ്റെ മറ്റൊരു മകനായ തേജ് പ്രതാപ് യാദവും മത്സരരംഗത്ത് സജീവമായിട്ടുണ്ട്. സ്വന്തം സഹോദരനെതിരെയാണെന്ന് മാത്രം. കുടുംബമായി നേരത്തെ തന്നെ തെറ്റിപ്പിരിഞ്ഞ തേജ് പ്രതാപ് യാദവ് സ്വന്തം കുടുംബത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി, അതായത് RJDക്ക് വലിയൊരു ഭീഷണിയായി മാറുമോ എന്ന സംശയവും അവിടെ അവശേഷിക്കുന്നുണ്ട്. ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ച് ഒരു കാലത്ത് ജയപ്രകാശ് നാരായണൻ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ട വ്യക്തി എന്ന് അന്ന് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ലാലു പ്രസാദ് യാദവിനെ ഒരു പൊതുവേദിയിൽ വെച്ച് കൈ ഉയർത്തി കാണിച്ച് പ്രഖ്യാപിച്ച ഒരു നേതാവായിരുന്നു. എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ കാലത്ത് ലാലു പ്രസാദ് എത്ര അഴിമതി കേസുകളിൽ പെട്ടുവന്ന് അദ്ദേഹത്തിന് തന്നെ കണക്കില്ലാത്ത അവസ്ഥയെ. ദീർഘകാലം ജയിൽവാസം അനുഭവിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം രാജിക്ക് വേണ്ടി വന്നപ്പോൾ വിദ്യാഭ്യാസം പോലും എടുത്ത് സ്വന്തം ഭാര്യ റാബ്രി ദേവി അവിടുത്തെ മുഖ്യമന്ത്രിയാക്കി. ഇപ്പോൾ മക്കൾ അധികാരത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നു. ലാലു ആരോഗ്യപരമായി അങ്ങേയറ്റം അവശനാണ്. ഈയിടെ അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം
ജീവിതത്തിലേക്ക് തിരികെ വന്നത്. അതുകൊണ്ട് തന്നെ ലാലു പ്രസാദ് യാദവിന് ഈ തെരഞ്ഞെടുപ്പിന് പ്രചരണ രംഗത്തിറങ്ങാനോ സജീവമായി പങ്കെടുക്കാനോ ഒന്നും തന്നെ കഴിയാത്ത അവസ്ഥയാണ്. സ്വന്തം മക്കളുടെ തമ്മിലടിയും സ്വന്തം പ്രസ്ഥാനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ അദ്ദേഹം വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥിതിയോ അത് അതിനേക്കാളും ദയനീയമാണ്. കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ ഡൽഹിയിൽ സീറ്റ് വിഭജന ചർച്ച കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ വിമാനത്താവളത്തിലിട്ട് അദ്ദേഹത്തെ സ്വന്തം പാർട്ടിക്കാർ ഓടിച്ചിട്ടടിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിന് ഓടി രക്ഷപ്പെടാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി തല്ലുകയായിരുന്നു. ഇത് തന്നെയാണ് അവിടുത്തെ സീറ്റ് വിഭജന കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, അതായത് പൈസ വാങ്ങിക്കൊണ്ട് പലരെയും സ്ഥാനാർത്ഥിയാക്കി എന്നുപോലും അവിടെ കോൺഗ്രസിനുള്ളിൽ സ്വന്തം നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കൾ പലരെയും അവിടെ ചുമതല കൊടുത്ത് ബീഹാറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ അവർക്ക് എത്രത്തോളം അവിടെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ബീഹാറിൻ്റെ രാഷ്ട്രീയം ജാതിമത വർഗ രീതിയിലുള്ള വല്ലാത്ത വളരെ വിചിത്രമായൊരു രാഷ്ട്രീയ രസക്കൂട്ടാണ് പണ്ട് മുതലേ ബീഹാറിനുള്ളത്. ദീർഘകാലം ബീഹാർ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. എത്രയോ മിടുക്കന്മാരായ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൻ്റെതായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് യാദവ രാഷ്ട്രീയം അല്ലെങ്കിൽ പിന്നോക്ക രാഷ്ട്രീയം 1980കളുടെ അവസാനം ശക്തിപ്പെട്ട ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ പിന്നീട് അധികാരം കൈവിട്ടു പോവുകയായിരുന്നു. പിന്നീട് നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ബീഹാറിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം വിട്ടുപോകുന്നതിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയുകയില്ല. പക്ഷേ ഇക്കുറിയും അവർ പ്രതീക്ഷയോടെ തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഒറ്റയ്ക്ക് കോൺഗ്രസിന് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരിക്കൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ സീറ്റ് 4 or 5 മാത്രമായിരുന്നു. അതിദയനീയമായിരുന്ന സ്ഥിതി. അതുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവിൻ്റെ പേരിൽ ഇത്രയും അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ലാലുവിനൊപ്പം നിന്ന് എന്തെങ്കിലും കുറച്ച് സീറ്റുകൾ കിട്ടാൻ കഴിയുമോ എന്ന് കോൺഗ്രസ് പരിശ്രമിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് ദീർഘകാലം തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത പ്രശാന്ത് കിഷോറിൻ്റെ ജനസുരാജ് പാർട്ടിയും ഇക്കുറി ബീഹാറിൽ സജീവമായ രംഗത്തുണ്ട്. കോൺഗ്രസിന് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വളരെ കാലം പറഞ്ഞു കൊടുത്ത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൻ്റെ സ്പന്ദനം നന്നായിട്ട് അറിയാം. പക്ഷേ പ്രശാന്ത് കിഷോറിന് തനിച്ച് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എങ്കിൽ പോലും കോൺഗ്രസ്സിന് ഒരുപാട് ദോഷം വരുത്താൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. ബീഹാറിലെ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ പലതുമുണ്ട്. അവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് മത്സരിക്കാനാണ് ശ്രമിക്കുന്നത്. ഏതായാലും ലാലു പ്രസാദ് യാദവ് ഇക്കുറി തിരഞ്ഞെടുപ്പ് വേദിയിൽ നിശബ്ദനാണ്. അദ്ദേഹത്തിൻ്റെ പഴയ ശിഷ്യനായ നിതീഷ് കുമാർ ലാലുവിൻ്റെ മകനെ നേരിടുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയൊക്കെ പോലെയുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാവരും തന്നെ ബീഹാറിൽ ഇനി സജീവമാവുകയാണ്. ബീഹാർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. നേരത്തെ ബീഹാറിൽ ഒരു യാത്രാ പരിപാടിയൊക്കെ രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ചതൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുമായിരുന്നു. എങ്കിലും സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള തിരിച്ചടി ഏൽക്കേണ്ടി വന്നു. അത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഉറപ്പ്. ഏതായാലും നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ ബീഹാറിൽ NDA മുന്നണി ഒരുപാട് കാതം മുന്നിൽ തന്നെയാണ്. ലാലു പ്രസാദിൻ്റെയും അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ മുന്നണി, ഇന്ത്യ മുന്നണി അല്പമുറകിൽ തന്നെയാണ്. പക്ഷെ അവർക്ക് ഇതിനെ പെട്ടെന്ന് ഓവർടേക്ക് കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള NDAയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പുതിയൊരു ബീഹാർ കെട്ടിപ്പടുക്കും എന്നാണ് അവർ വാക്ക് നൽകുന്നത്. നിതീഷ് കുമാറിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അത്ര നല്ലതല്ലെങ്കിൽ പോലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ തന്നെ വളരെ സജീവമാണ്. ഏതായാലും ഈ രണ്ട് മുന്നണികളും ഒപ്പം ഇന്നലെ വരെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് വിജയതന്ത്രം പറഞ്ഞു കൊടുത്ത പ്രശാന്ത് കിഷോറും എല്ലാം ഒത്തുചേരുമ്പോൾ ബീഹാർ രാഷ്ട്രീയം പ്രവചനാതീതമായി നീങ്ങും എന്ന് പറയാൻ കഴിയുകയില്ല. അവിടെ NDA തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുക എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവും നിലവിലില്ല.